മുളന്തുരുത്തി ചാക്കോച്ചൻ അല്ല, മുളന്തുരുത്തേൽ ചാക്കോച്ചൻ മകൻ ചാർലി, ചാർലി ചാക്കോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ല ഐശ്വര്യമുള്ള മുഖം. ചുമ്മാ പെടലിരിക്കാതെ ഉളുക്കും. എന്താ സൂഹിച്ചില്ലായിരിക്കും? തരിക്കടില്ല. നീ അവിടെ നിന്ന് മാറി നിൽക്ക്. അവളല്ലേ ഇഷ്ടപ്പെടേണ്ടത്. ചേട്ടാ ഒരു അഭിപ്രായം പറയാൻ മേലെന്ന് വെച്ചാ നീ ഇവിടെ ഒരു അഭിപ്രായം പറയണ്ട, അങ്ങോട്ട് മാറി നിൽക്ക്. എടി ഇവന്റെ ബസ് എപ്പോഴാ? ഇന്ന് ബസ്സില്ല. ബസ് ഉണ്ടല്ലോ 6:30 മണിക്ക്, ചങ്ങനാശ്ശേരി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്. അല്ല, അളിയൻ നാളെ ചങ്ങനാശ്ശേരി കാറി പോകുന്നില്ലേ? നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ നാളെ ചങ്ങനാശ്ശേരിക്ക് പോകുന്നില്ല. അല്ല, ഈ കാറിൽ പോകുന്നതിലും ഭേദം ബസ്സിൽ പോകുന്നതാ, ചെലവ് ചുരുക്കാവല്ലോ. എന്നാലേ ഇന്ന് ഞാൻ പോകുന്നില്ല. എന്നാലോ കിട്ടിച്ചാ, ഇത് ഇഷ്ടമായെന്ന് ഒന്ന് നോക്കിക്കേ. എടോ ഞാനല്ലല്ലോ, അവളല്ലേ ഇഷ്ടപ്പെടേണ്ടത്. ഈ മുഖം കണ്ടാൽ ആരാ ഇഷ്ടപ്പെടാതിരിക്കുക? സുമുഖൻ, സുന്ദരൻ, സ്വഭാവശുദ്ധൻ, സൽസ്വഭാവി, വിമല ഹൃദയൻ, ഉദാരമനസ്കൻ, ഉന്നത കുലജാതൻ, ആരോഗ്യവാൻ. ഇതിൽ പറയുന്ന എന്തോ വേണം. പിന്നെ കുറ്റം പറയണമെങ്കിൽ പറയാം. ചെറുക്കൻ ഇടയ്ക്കിടയ്ക്ക് ഏലക്ക തിന്നും. അതെന്തിനാടോ? ശുദ്ധമായ ഉച്ഛ്വാസവായുവിന് മണമടിക്കാതിരിക്കാൻ. മണോ? അല്ല, ഈ മണോന്ന് വെച്ചാ ആഹാരത്തിന് മുമ്പ് ആമാശയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രം. റെഡ് ലേബിൾ, ബ്ലാക്ക് ലേബിൾ, മാറ്റ് ലേബിൾ, ഡൈനിങ് ടേബിളിലൊക്കെ വെച്ച് ഇത് കുറേശ്ശെ കഴിക്കും. കൊള്ളാവോ ഇട്ടിച്ചായ? ഇതെന്താടോ, ചെറുക്കന് മുഖം മാത്രമേ ഉള്ളൂ, കഴുത്തിന് കീഴ്പോട്ട് ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ഉടലെന്തിരിക്കുന്നു ഇട്ടിച്ചായ? മുഖമല്ലയോ മനസ്സിന്റെ കണ്ണാടി. എന്നാലും അതല്ലല്ലോടോ, ഉടലില്ലാത്തോണ്ട് കാഴ്ചക്ക് ഒരു ഭംഗി പോരാ. ഇട്ടിച്ചായോ, ഇങ്ങോട്ടോക്കേ. സ്ത്രീധനമായിട്ട് ഒരു നയാ പൈസ വേണ്ട, ഒരു തുണ്ട് ഭൂമി വേണ്ട, ഒരു പണവട സ്വർണം വേണ്ട, 100 പവൻ ഇങ്ങോട്ടിട്ട് കെട്ടുക. ഇനി ഒന്ന് നോക്കിക്കേ, വല്ല ഭംഗിക്കുറവുണ്ടോന്ന്. എപ്പോഴാണോ അവര് വരുന്നേ? ഒരു 100 രൂപ നീ നടക്കട്ടെ, എന്നിട്ട് തരാം. എനിക്ക് പെട്രോൾ അടിക്കണ്ടായോ? പെട്രോളിന് വില കൂടുതലാ, ബസ്സിൽ പോയാ മതി. 100 ഉലുവേ. അളിയോ ഒരു 10 രൂപ കൊടുത്തു വിട്. ഇതാരാ? അളിയന. മിറ്റം കിടക്കണ കണ്ടില്ലേ? ആ പണിക്കാരൻ എവിടെ പോയി കിടക്കുക? നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞില്ല ഇന്ന് കുളിപ്പിക്കേണ്ടത്. കുഴിച്ചു പോയില്ലേ? നീ പോടാണ്. ചെറുക്കന് പ്രായം ഉണ്ടല്ലോ അളിയ. ഇതന്നെ പെണ്ണുങ്ങളാരും ഇല്ലല്ലോ. നീ നോക്കിയിട്ട് അതേ കണ്ടുള്ള കുഴപ്പം. നല്ല മുഖശ്രീ. കൊള്ളാവുന്നൊരു ദിവസമായിട്ട് എന്റെ വായിന്നൊന്നും കേൾക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. നമസ്കാരം. 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 ആ മിറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ സാധിച്ചില്ല. മുയലോ ചാർലി? പടാ ഇങ്ങോട്ട് അകത്തേക്ക് കയറാം. ഓ എന്താ? പോടി. അങ്ങോട്ട് ഇരിക്കാം. ഞാൻ ജെയിംസ് കുട്ടി, ചാർലിയുടെ ചേട്ടനാണ്. ചേട്ടനും അനിയനും ആയാൽ എന്താ? രണ്ടുപേരും കണ്ടാലേ ആനയും അമ്പഴങ്ങയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അയ്യോ, ചേട്ടത്തിയേ, ചുരം കയറി വന്നതാ. എല്ലാവർക്കും ദാഹമുണ്ട്. അല്ല, ഈ ചെറുക്കൻ കൂട്ടർ വരുമ്പോ പെണ്ണുങ്ങൾ ആരെങ്കിലും കൂടെ കാണണ്ടതല്ലേ? പെണ്ണുങ്ങളെന്ന് പറയാൻ ആകെ കൂടെ ഉള്ളത് എന്റെ വൈഫാ.
എവരെല്ലാം അങ്ങ് അമേരിക്കയിലല്ലായിരുന്നോ? നമ്മുടെ നാട്ടു നടപ്പും ചടങ്ങും ഒന്നും അവിടെ ഇല്ല. അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കമ്പ്യൂട്ടറാ. അതാരാ? അല്ല, അത് ഞാനും കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഇട്ടിച്ചായോ, നമുക്ക് കൊച്ചിനെ വിളിക്കാലോ അല്ലേ? ഭയങ്കര ഉഷ്ണം. ആ, ഏതായാലും നീ അവളെ ഒന്ന് വിളി. അതെ, ഇപ്പൊ വിളിക്കാം. അല്ല, മാറി. ഈ മുളന്തുരുത്തേൽ ജുവല്ലേഴ്സ് എന്നൊക്കെ പത്രത്തിൽ കാണാറുണ്ട്. അവരുമായിട്ട് എങ്ങനെയാ? ഞങ്ങളൊക്കെ അല്ല, അതെ, മുളന്തുരുത്തേലല്ല, മുളന്തുരുത്തി ജുവല്ലേഴ്സ്. കൊടുക്കുമോളെ? അയ്യോ അമ്മച്ചി. പേടിക്കാതെ മോളെ. എന്താ മോളെ? പേടിക്കാതെ കൊടുക്കുമോ? ഇത് എന്തൊരു ചെറുക്കനാടിയത്? നാത്തൊന്ന് ചുമ്മാ ഇരി. കല്യാണം ആലോചിക്കുമ്പോ ആദ്യം നോക്കേണ്ടത് കാഴ്ചക്കുള്ള പൊരുത്ത. അറിയാമോ എനിക്ക്? ചരട് പോലുള്ള എന്റെ പെണ്ണിനെ കൊണ്ടുവന്നാണോ ഈ പൊണ്ണത്തടിയനെ? ചേടാ, അച്ഛന് പറഞ്ഞ ചെറുക്കനെ കൊണ്ടുവരാനൊക്കൂ. അവൈലബിലിറ്റി ഇൻ ദ മാർക്കറ്റ്, അതല്ലേ കൊണ്ടുവരാൻ പറ്റൂ. താൻ എന്റെ മോളമ്മേ കണ്ടതല്ലേ? ഞാൻ മാത്രം കണ്ടാ മതിയോ? ചെറുക്കനും കൂടി കാണണ്ടായോ? മുട്ടിന് തൊടിനായി പറഞ്ഞാണ്ടല്ലോ, അടിച്ചിട്ട് മുട്ടുകാലിയാണ് ഓടിക്കും. ചേടാ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലായിരുന്നോ ചെറുക്കൻ ജിമ്മിൽ പോയിട്ടുണ്ട്, നല്ല ആരോഗ്യവാനാണെന്ന്? ആരോഗ്യം എന്ന് പറഞ്ഞാൽ പൊരിച്ചാക്കാണോടാ? അതെ, ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഫോട്ടോ നേരത്തെ കൊടുത്തയച്ചതല്ലേ? കണ്ടു മോന്ത മാത്രമുള്ള ഒരു ഫോട്ടോ കൊടുത്തയച്ചത്. മോന്ത മാത്രം? ആ, ഫുൾ സ്കാർഫ് സൈസിലുള്ള ഫോട്ടോ അല്ലേടോ തന്നെ തന്നയച്ചത്? അത് ഡയറി കൊള്ളാത്തോണ്ട് കട്ട് ചെയ്ത് തലയുടലും വേറെയാക്കി. എന്നിട്ട് ബാക്കി എവിടെ? ഞാൻ തിന്നിട്ടൊന്നുമില്ല, സൂക്ഷിച്ചു വെച്ചിരിക്കുക. ആവശ്യപ്പെട്ട കൊടുക്കാൻ. ദാ, കണ്ടോ? ഇപ്പൊ മനസ്സിലായല്ലോ. എന്നിട്ട് ടീച്ചറിനോട് നിർബന്ധമായും ചോദിച്ചോ ഹോട്ടൽ എവിടെയാണെന്ന്? ചോദിച്ചോ? എങ്ങോട്ടാ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 5 പെമ്മക്കൾക്ക് ഒരു കുഞ്ഞാങ്ങളേ ഉള്ളൂ. അവൻ മസ്കറ്റില്ല. ഞാനാ മൂത്തത്. എന്റെ താഴെ 4 പേര് കല്യാണം കഴിച്ചു കൊടുത്തു. ഇനിയുള്ളത് ഞാനാ. നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്തത്? നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്ത? അത് പിടിക്കുകയാണല്ലോ. നമ്മൾ എങ്ങോട്ടാ പോണേ? വരണം വരണം വരണം. കേറണം കേറണം വരണം. എന്തേത്? ആ കേറണം. മത്തായി ചേട്ടാ, മത്തായി ചേട്ടാ, വണ്ടി എടുക്കണോ? മത്തായി ചേട്ടാ. വണ്ടി എടുക്കണോ? എന്താ വണ്ടി കൊണ്ടുപോകാൻ? വണ്ടി കൊണ്ടുപോകാൻ എന്നാ പണിയായി ഇവൻ കാണിച്ചേ? എടാ, നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും പെണ്ണ് കെട്ടിയടാ കൂഴത്തൊക്കെ. കെട്ടിക്കോ, മുടിയില്ലേലും ഞാൻ പോവേ.